നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ കോൺഗ്രസിന്റെ പുതിയ ഒരു താരം ഉദിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി. 133 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായാണ് ദേശീയ നേതൃത്വത്തിലേക്കുള്ള പ്രിയങ്കയുടെ അരങ്ങേറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസാന തുറുപ്പുചീട്ടും കളത്തിൽ ഇറക്കി കളിക്കുകയാണോ? മോദിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് കരുത്തു പകരാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ? അതോ BJP ആരോപിക്കുന്നത് പോലെ ഒരു കുടുംബ കമ്പനിയിലേക്ക് പുതിയ ഒരു ഡയറക്ടറെ കൂടി നിയമിച്ചു എന്ന് വേണോ വിലയിരുത്താൻ? രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് നരേന്ദ്രമോദിയോട് പോരാടാൻ കഴിയാതെ വന്നതുകൊണ്ടാണോ 47കാരിയായ സഹോദരിയെ കൂടെ കൂട്ടുന്നത്? റോബർട്ട് വാദ്രയ്ക്കെതിരായ ആരോപണങ്ങൾക്ക് പ്രിയങ്കയെ കൊണ്ട് തന്നെ രാഷ്ട്രീയമായി മറുപടി പറയിക്കുകയാണോ കോൺഗ്രസിന്റെ ലക്ഷ്യം? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രിയങ്കയുടെ വരവ് കോൺഗ്രസിന് കരുത്താകുമോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കുക. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ശ്രീ റഷീദ് കിഴക്കമ്പലത്തു നിന്നുമാണ് റഷീദ് വിളിക്കുന്നത്. റഷീദ് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ കാണുന്നത്? വളരെ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരേണ്ടതായിരുന്നു. ഹലോ, കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായം. നേരത്തെ വരേണ്ടതായിരുന്നു. ഇനി കോൺഗ്രസിന്റെ ഒരു കൊടുങ്കാറ്റായിരിക്കും 2019 വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ BJPയുടെ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമാണ്. അതൊക്കെ വെറും ഇതാണ്. അതൊന്നും ശരിയായ ഇതല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെഹ്റു കുടുംബത്തിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി വളരെ നേരത്തെ തന്നെ ഈ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് വരേണ്ടതായിരുന്നു. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സന്തോഷ്, ഇപ്പോഴല്ല, കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് 2014 തെരഞ്ഞെടുപ്പിൽ വെറും 44 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയ ഒരു ഘട്ടത്തിൽ അത്രത്തോളം തകർന്ന് തരിപ്പണമായപ്പോൾ അന്ന് പറഞ്ഞിരുന്നു രാഹുലല്ല പ്രിയങ്കയാണ്, പ്രിയങ്കയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് നമ്മൾ അന്ന് കേട്ടിരുന്നതാണ്. പ്രിയങ്കയുടെ വരവ് നേരത്തെ വേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സന്തോഷ്? ഇത് തക്ക സമയത്താണ്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ എല്ലാത്തിനും സമയമുണ്ട് ദാസ് എന്ന് പറഞ്ഞ ഇത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം എത്തിയിരിക്കുന്നു. പ്രിയങ്കയെ കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും പ്രിയങ്കയെ മാത്രം കോൺഗ്രസ് കാത്തിരിക്കുന്ന മാത്രമല്ല സാറേ, ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് തോന്നുന്ന പ്രിയങ്കയുടെ ചെറിയ പ്രശ്നമുണ്ട്. സന്തോഷം, ക്ഷമിക്കുക. വളരെയധികം നന്ദി. ശ്രീ മധു കൂടി ചേരുന്നു. മധു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം എത്തിയിരിക്കുന്നു. സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ പാരമ്പര്യമുള്ള പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും ഈ ഒരു വരവ് അതിന്റെ കൃത്യസമയത്താണെന്ന് മധുവിന് തോന്നുന്നുണ്ടോ? അതെ അതെ അതെ, ഉചിതമാണ് മധു ഈ പറയുന്നത് പോലെ പ്രിയങ്കയുടെ വരവ്. അതെ അതെ അതെ, നമ്മളാരും ഉദ്ദേശിക്കുന്നതല്ല. കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ കൂടെ തിരിച്ചു വരാൻ പോവാണ്. അത് എല്ലാ ആൾക്കാരും കോൺഗ്രസിന്റെ കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ നില എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോ എല്ലാരും കറക്റ്റായിട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. BJP എന്ന് പറയുന്നത് മോശമൊന്നുമല്ല, ശക്തമായ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അത് പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദിക്കൊത്ത നേതാവ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ കളിയാക്കിയിരുന്നത് പോലെ പപ്പു എന്നുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ മറുപടി പറയുന്ന രീതിയിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അത്രയ്ക്ക് കരുത്തനാണ് രാഹുൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എന്തിന് പ്രിയങ്കയെ ഇറക്കണം? അതൊരു സംശയമല്ലേ? ശ്രീ വാസു കേൾക്കാമോ? വാസു ഉണ്ട് നമ്മളോടൊപ്പം തലശ്ശേരിയിൽ നിന്ന്. വാസു കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം വാസു.
പ്രിയങ്ക ഗാന്ധി വന്നിട്ടൊന്നും കോൺഗ്രസിന് ഒരു ചുക്കും ആവൂല. കോൺഗ്രസിന് രക്ഷപ്പെടുത്താൻ അവളെ കൊണ്ടൊന്നും പറ്റുകയില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ പേടി കൊണ്ടാണ് എവിടെ നിൽക്കേണ്ടതെന്ന് അറിയില്ല. 3 സ്ഥലമാണ് നോക്കുന്നത് നിൽക്കാൻ തന്നെ. പിന്നെയാണ് ഇവളെ കൊണ്ടത്. ഇവർ രണ്ടാളും ശരി. ഇപ്പൊ പെണ്ണുകൾ വന്നപ്പം തന്നെ അവന് സംസാരിക്കാൻ പറ്റില്ല. ബക്കിട്ടാണ് വർത്താനം പറയുന്നത് തന്നെ. പണ്ട് മോദി ചോറ്, മോദി ടീവി കൊടുക്ക, അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തല്ലോ അങ്ങനെ പറഞ്ഞ ആള് ഇന്നത്തെ വാർത്ത കണ്ടില്ല. പക്കിട്ടാ പറയുന്നത്. കാരണം അവര് വന്ന ഇവൻ തന്നെ പാര. അതുകൊണ്ട് ഇവൻ തന്നെയാണ് പ്രശ്നം. അത് ഈ ഇലക്ഷന് കൂടി കഴിയുമ്പോൾ ഇവനെ പുറത്താക്കിയിട്ട് അവളെ നേതാവാക്കുന്നില്ല പേടിയാണ് അവനില്ലത്. അതാണ് അവനെന്നെ സംസാരിക്കാൻ പറ്റാത്തത്. ശ്രീ വാസു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ 80 സീറ്റുള്ള ഒരു സംസ്ഥാനമാണ്. ലോക്സഭാ സീറ്റ് 80 ഉള്ളതാണ്. അവിടെയാണ് ഈ പറയുന്നത് പോലെ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇറക്കി അമേഠി ആണെങ്കിലും റായ്ബറേലി ആണെങ്കിലും മറ്റ് ആ പ്രദേശങ്ങളൊക്കെ തന്നെ അലഹാബാദ്, ഗോരഖ്പൂർ, സുൽത്താൻപൂർ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവർക്ക് കീഴിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ സീറ്റ് ഉറപ്പിക്കുക. ഉത്തർപ്രദേശിൽ 80-ൽ 60-ഓ 40-ഓ കിട്ടിയാൽ പോലും അത് വലിയ നേട്ടമാകും കോൺഗ്രസിന്. 20 കിട്ടിയാൽ പോലും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഒരു രാഷ്ട്രീയം പയറ്റുന്നത് ഈ സമയത്ത് നല്ലതല്ലേ? നല്ലതല്ലല്ലോ. ഈ 3-5-6 മാസം കൊണ്ട് ഇവിടെ എന്താക്കാൻ അവിടുന്ന് അമേഠിയെ തന്നെ അവർക്ക് ജയിക്കാൻ പറ്റും തന്നെ സംശയത്തിലല്ലത്. അവിടെയെല്ലാം BJP അല്ലേ. ഇപ്പൊ ഈ 2014 കണ്ടില്ലേ, അവിടെയെല്ലാം തൂത്തുവാരിയില്ലേ. 2 സീറ്റ് അതല്ലേ കിട്ടിയില്ല അവർക്ക്. പിന്നെ എവിടെ പോയിട്ട് അവർ ഉണ്ടാക്കുക? 3-4 മാസം കൊണ്ട് ഇവിടെ എന്തിറങ്ങിയിട്ട് എന്ത് സംസാരിക്കാനാ? ഒന്നും ഒരു ചുക്കും നടക്കൂല. വളരെയധികം നന്ദി. ശ്രീ കെ തങ്ങൾകുഞ്ഞു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തങ്ങൾകുഞ്ഞ്, ഇപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒന്ന് ഈ പറയുന്ന കുടുംബവാഴ്ച എന്ന് പറയുന്നത് അരക്കെട്ടുറപ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. കാരണം അമ്മയുണ്ട്, മകനുണ്ട്, മകളുണ്ട്. അവരൊക്കെ തന്നെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ പോകുന്നു. ഇങ്ങനെ ഒരു കുടുംബ കമ്പനിയാക്കി കോൺഗ്രസിനെ മാറ്റി അതിൽ കുടുംബ കമ്പനിയിലേക്ക് ആ കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് കുടുംബാംഗങ്ങൾ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത് ഒരു കമ്പനിയായിട്ട് നടക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. എന്ത് തോന്നുന്നു? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ആത്മാഹുതി ചെയ്ത പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളാണിവർ. ഇവര് ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ എല്ലാ ജാതിക്കുമുള്ള എല്ലാ സംസ്കാരത്തിന്റെ ഉറവിടമായ ഈ കുടുംബം ഇന്ത്യയിലെ ജനങ്ങളെ സ്നേഹിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങളെ ബഹുമാനിക്കുന്നു. മതേതര ഇന്ത്യയെ പടുത്തുയർക്കാൻ, രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ ശ്രീ തങ്ങൾകുഞ്ഞ്, അവിടെ സംശയം ഉയരുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നീട് എന്തിന് പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി? പ്രിയങ്ക ഗാന്ധി ഒരു തുറുപ്പ് ചീട്ടാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെള്ളി നക്ഷത്രം, സ്വർണ്ണ നക്ഷത്രമായി മാറും. ആ കൂട്ടത്തിൽ ഒരു സഹായിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി വന്നത് എന്തുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വളരെയേറെ പ്രതീക്ഷയുണ്ട്, ആവേശമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തെ അവരെ വെച്ചത്. വളരെയധികം നന്ദി ശ്രീ തങ്ങൾകുഞ്ഞ്. ശ്രീ സ്വാദിഷ് കൂടി ചേരുന്നു. എറണാകുളത്തു നിന്നുമാണ് സ്വാദിഷ് വിളിക്കുന്നത്. സ്വാദിഷ്, 2004-ൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഇറങ്ങുന്നുണ്ട്. 2007 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2014 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് ഈ പറയുന്നത് പോലെ 44 സീറ്റിലേക്ക് ഒതുങ്ങി. അപ്പൊ ഇനി എന്ത് മാജിക്ക് പ്രിയങ്കയുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു സംശയം ഉന്നയിച്ചാൽ എന്ത് തോന്നുന്നു? ഇവിടെ പ്രിയങ്ക ഗാന്ധി നേതൃസ്ഥാനത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന് വളരെ വലിയ മാറ്റമുണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള വലിയ വിജയം, ഇതെല്ലാം കോൺഗ്രസിന്റെ ഒരു പുത്തൻ ഉണർവിന് വരാൻ പോകുന്നത് രാഹുൽ യുഗമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ കാണുകയാണ്. അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകും എന്നുള്ള കാര്യത്തിൽ പോലും യാതൊരു സംശയമില്ല. വളരെയധികം നന്ദി. ശ്രീ സന്തോഷ് കൂടി ചേരുന്നു. സന്തോഷ്, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല മോദിയോട്, അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കുമോ ഈ പ്രിയങ്ക ഗാന്ധി ഇറക്കുന്നത്? ഒരിക്കലുമല്ല. രാഹുൽ ഗാന്ധിയുടെ വരവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ കരുത്ത് പകരുന്നതോടൊപ്പം തന്നെ
പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, ആ നേതൃത്വ നിരയിലേക്കുള്ള കടന്നുവരവ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തില് ഒരു ചലനം തീർച്ചയായിട്ടും ഉണ്ടാക്കും. തീർച്ചയായിട്ടും രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച നേതാക്കളുടെ തലമുറകളാണ്. ആ തലമുറകൾ അവര് ഭരണത്തോടുള്ള ആർത്തിയോ പണത്തോടുള്ള ആർത്തിയോ അല്ല, അവർ രാജ്യത്തെ സ്നേഹിക്കുന്നവരും രാജ്യത്തെ സേവിക്കുന്നവരുമാണ്. അവരുടെ നേതൃത്വത്തിന്റെ പക്വതയുടെ സമയം ഈശ്വരൻ അവർക്ക് കൽപ്പിച്ചു നൽകിയതുകൊണ്ട് തീർച്ചയായിട്ടും ആ നേതൃത്വത്തെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള സംശയമില്ല. വളരെയധികം നന്ദി, സന്തോഷം. ശ്രീ തുളസീധരൻ കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ തുളസീധരൻ, രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ സേവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് എത്ര പേർ വന്നാലും അവരെയെല്ലാം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ധാരണ ശരിയാണോ? ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇല്ല എങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാത്മാവായ രണ്ട് നേതാക്കളുടെ ആളുകളാണ് രാഹുലും പ്രിയങ്കയും. അവരുടെ ഈ ഉദയം ഈ മോഡി ഭരണത്തിന്റെ അവസാനാണിയായിരിക്കും. അത്രത്തോളം വികാരമുണ്ട്. ഇന്ദിരയുടെയും രാജീവിന്റെയും മരണം ഇന്ത്യയിൽ ഏൽപ്പിച്ച ആ ദുഃഖം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള പ്രവർത്തകർക്ക് ആവശ്യം വരുന്നത്. ഇവർ ഇന്ത്യ ഭരണമാറ്റത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചു. പ്രത്യേകിച്ച് യുപിയിൽ കോൺഗ്രസിന് നല്ലൊരു നേട്ടം പ്രിയങ്കയുടെ ഈ നിയമനം വഴി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ തുളസീധരൻ. ശ്രീ ഷിബു ചേരുന്നു. ഷിബു, ഇപ്പോൾ തന്നെ മുദ്രാവാക്യം വന്നു കഴിഞ്ഞു, അമേഠി പ്രിയങ്കയ്ക്ക് വേണ്ടി എന്നുള്ളത്. അതാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നതും. അമേഠി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ ഗാന്ധി 2004 മുതൽ രാഹുൽ ഗാന്ധി വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്. അതിനു മുൻപാണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം, അവിടെ പ്രിയങ്കയെ നിർത്തുക, തെരഞ്ഞെടുപ്പിലേക്ക് പ്രിയങ്കയെ കൊണ്ടുവരിക, കോൺഗ്രസിലെ യുവാക്കൾക്ക്, യുവ നേതൃത്വത്തിന് പുതിയ ഊർജം നൽകുക, അതൊക്കെയാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? എന്ത് തോന്നുന്നു ഷിബു? അമേഠിയില് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വലിയ വെല്ലുവിളിയായിട്ട് BJP സജീവമായി രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത ഉണ്ടാകുന്നല്ലോ. പക്ഷെ ഇത് പറയാതിരിക്കുന്ന നിർവാഹമില്ലാണ്. ഒരു ഗതികരല്ലേ, നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഒരു കുടുംബക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പുതിയ തലമുറ അവരെല്ലാം ഈ പുതിയതിനൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ പപ്പുമോൻ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നില്ലേ, അത് തികച്ചും ചക്കര പൊടനാണെന്ന് യാതൊരു സംശയവുമില്ല. കാരണം അയാളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സഹോദരിയായിട്ടുള്ള പ്രിയങ്കയെ കൂടെ എടുത്തു വെച്ചത്. ഇനി ഒന്നുകൂടെ പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ റോബർട്ട് ഭദ്രയ്ക്കും അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ മകനും ഒക്കെ NSUവിന്റെയോ അല്ലെങ്കിൽ കർഷക കോൺഗ്രസിന്റെ ഒക്കെ ചുമതല കൊടുത്ത് ഒരു കുടുംബം തികച്ച് കോൺഗ്രസുകാരൊക്കെ മൊത്തത്തിലങ്ങ് വാഴട്ടെ. റോബർട്ട് ഭദ്രയ്ക്ക് ഏതായാലും കർഷക കോൺഗ്രസിന്റെ ആയിരിക്കില്ല വേണ്ടി വരിക. കാരണം അദ്ദേഹത്തിനെതിരെ 2008 മുതൽ കിടക്കുന്ന ആരോപണങ്ങളുണ്ട്. അതൊക്കെയാണ് ഇനി പൊങ്ങി വരാൻ പോകുന്നത്, DLF അടക്കം. തീർച്ചയായിട്ടും ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിന് ചേരുന്ന വിധത്തിലുള്ള ഒരു ചുമതല അവർ കൊടുക്കട്ടെ. പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ അഴിമതിക്കാരുടെ ഒരു സംഘടന തന്നെ, അത് തന്നെയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കി. വളരെയധികം നന്ദി ശ്രീ ഷിബു. ശ്രീ രമണൻ കാലടിയിൽ നിന്നും ചേരുന്നു. ശ്രീ രമണൻ, രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ കോൺഗ്രസിനുള്ളത് കൊണ്ടാണോ പ്രിയങ്കയും കൂടെ ഒരുമിച്ച് ഇറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുക, അങ്ങനെ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നത്? അല്ല, എനിക്ക് ഓർമ്മ വരുന്നത്, കേൾക്കാമോ? പറയാം, പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് ഓർമ്മ വരുന്നത് കണിയാപുരം രാമചന്ദ്രന്റെ ഒരു കമന്റാണ്. നെഹ്റു കുടുംബത്തിലെ പെൺകുട്ടികളുടെ പേര് നിന്നുപോയി കഴിഞ്ഞാല് കോൺഗ്രസിന് നേതാക്കൾ ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊന്ന് ഓർക്കുക, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള ഭാരതത്തിലെ ഈ കുടുംബത്തിൽ നിന്നല്ല വേറൊരു സ്ഥലത്തൊന്നും ഇതിനേക്കാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇതിനേക്കാളും കഴിവുള്ള ഒരാളുകളെ പോലും കൊണ്ടുവരാൻ ഇത്ര 100 വർഷം തികച്ചു കഴിഞ്ഞ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല എന്നുള്ള അതിന്റെ പരമ ദയനീയതയാണ് തെളിയിക്കുന്നത്. ഈ പറയുന്നത് പോലെ പ്രിയങ്ക ഇല്ല എങ്കിൽ കോൺഗ്രസിന് ഇത്തവണ വിജയം നേടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഓരോ തവണയും ഇവര് പറയാറുണ്ട് പുതിയ ആളെ കൊണ്ടുവന്ന്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ പറഞ്ഞു VM സുധീരൻ വരുന്നു KPCC പ്രസിഡന്റായിട്ട് കലക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് VM സുധീരൻ വന്നെന്തായി നമുക്കറിയാലോ. VM സുധീരൻ വന്ന വഴി പോയി, ദേ വന്നു. സുരേഷ് ഗോപി പറഞ്ഞ വഴി ദേ വന്നു, ദാ പോയി. അതേമാതിരി തന്നെയാണ് ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, VT രമയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടപ്പോ പറഞ്ഞു കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെയും പിടിപ്പിക്കുമെന്ന്. എന്തായി സംഗതി നമുക്കറിയാം. വളരെയധികം നന്ദി ശ്രീ രമണൻ. ശ്രീ ഹരിദാസൻ കൂടി ചേരുന്നു. ഹരിദാസൻ, കോൺഗ്രസിനെ രക്ഷിക്കാൻ രാഹുലിന് കഴിയില്ല എന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണോ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കിയിരിക്കുന്നത്? കാരണം പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ നമുക്ക് ഇന്ദിരാഗാന്ധിയോടുള്ള
ഒരു സാമ്യം, ആ ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയ്ക്ക് വലിയ ഭൂരിപക്ഷം നേടി ഭരണത്തിൽ വന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയോടുള്ള സാമ്യം കൂടിയെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിനുണ്ടാകുമോ? എന്താണ് അഭിപ്രായം? അല്ല, ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും അതിനുള്ള പ്രാപ്തി ഉണ്ടോ? ഒരു രാജ്യം ഭരിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ? പ്രിയങ്ക ഗാന്ധിക്ക് അതുണ്ടോ? എന്ത് തോന്നുന്നു? ഇല്ല, പ്രിയങ്ക ഗാന്ധിക്കില്ല. ഇതൊക്കെ വെച്ചാൽ ഇന്നിപ്പോ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഭരണാധികാരി മോദിയാണ്. ഇവര് കോൺഗ്രസുകാർ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ഏത് തരത്തിൽ വരുമോ? കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുമെന്ന് നോക്കണം. ഈ മമതാ ബാനർജിയുടെ ബേക്കിലായിട്ട് ഈ പ്രാവശ്യം കോൺഗ്രസ്, മമതാ ബാനർജിയുടെ ബേക്കിലായിരിക്കും കോൺഗ്രസിൽ എവിടെ ഇവർ ഈ കുറച്ച് കോൺഗ്രസുകാർക്ക് മാത്രമാണ് ഞാളിങ്ങ് വന്നില്ല ഏടെ വരാൻ. 44 പോലും ഇത്തവണ കിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എവിടെ ഈ സാധനം തീർന്നു, ഈ കാലഘട്ടപ്പെട്ടു ഈ സാധനം. ഇത് മാത്രം ഇയാള് ഈ പ്രധാനമന്ത്രി ആയാൽ തന്നെ 3 മാസം പുള്ളി പുറത്തായി. പുള്ളി എങ്ങോട്ടാ പോകുന്ന ആർക്കറിയാം. വളരെയധികം നന്ദി ശ്രീ ഹരിദാസൻ. ശ്രീ ഗോപു കൂടി. ഗോപു, ഇതാണ് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് മുങ്ങിയാൽ എവിടെയാണ് 2 മാസം എന്ന് ആർക്കും അറിയില്ല. ഇന്നും ആ ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മുങ്ങുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി, എവിടേക്കെന്ന് പോലും പറയാതെ. അപ്പോൾ കൂടെ ഒരാളുണ്ടാകുന്നത്, രാഹുൽ പോയാലും കാര്യങ്ങൾ നടത്താൻ ഒരാളുണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് പ്രിയങ്ക വരുന്നത് എന്ന് ഒക്കെ ആരോപണം. എന്താണ് ഗോപുവിന്റെ അഭിപ്രായം? ഇതുപോലൊരു നാറിയൊരു കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ ഇല്ലല്ലോ. കുടുംബവാഴ്ചയുള്ള ഹലോ പറഞ്ഞോളൂ, കേൾക്കാം ഗോപു. ഇതുപോലെ നാറിയൊരു കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ ഇല്ലല്ലോ, കുടുംബവാഴ്ചയുള്ള. അതായത് വെറും കുടുംബവാഴ്ചയും ഈ കുടുംബത്തിൽ നിന്ന് ആളിനെ കൊണ്ടുവരുക, വേറെ ആൾക്കാരില്ലേ ഇവിടെ. വളരെയധികം നന്ദി ശ്രീ ഗോപു. കുടുംബത്തിൽ നിന്നും വീണ്ടും ആളെ ഇറക്കണോ എന്നുള്ളതാണ്. ശ്രീ സക്കീർ നമ്മളോടൊപ്പം ചേരുന്നു. സക്കീർ, കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ പൂർണ്ണമായും മാറ്റി നിർത്താമോ? കാരണം പ്രിയങ്ക ഗാന്ധിക്ക് നല്ല രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ നിഴലായി നിന്നുകൊണ്ടാണ്. ജവഹർലാൽ നെഹ്റുവും അതോടൊപ്പം തന്നെ ഭർത്താവും ഒരുമിച്ച് നിന്നാൽ എപ്പോഴും നെഹ്റുവിനൊപ്പം ചേർന്ന് നിൽക്കുന്ന, കാരണം നെഹ്റുവിന്റെ പക്ഷത്ത് അധികാരമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധിയും ഇതുപോലെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട്, ഭരണം കണ്ടും പഠിച്ചും വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു കുടുംബവാഴ്ച മാത്രമാണോ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഗുണമായി നമ്മൾ കാണേണ്ടത്? പ്രിയങ്ക ഗാന്ധിക്കും രാഷ്ട്രീയമായൊരു പാരമ്പര്യമില്ലേ? തീർച്ചയായും നമുക്കറിയാലോ, പ്രയോഗജനമായ സംഭാവന ചെയ്ത ഒരു കുടുംബത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ ഈ തലമുറയിലെ ഒരു കണ്ണി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അവരുടെ സേവനം കൂടി നാം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്ത്യ പുതിയ ഒരു വീണ്ടെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നു നിൽക്കുന്ന ഒരു പ്രവർത്തക കൂടിയാണ് സക്കീർ. പക്ഷേ ശ്രീ സക്കീർ, അതിലൊരു സംശയം ഉണ്ടാകുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പ് ചീട്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടാൽ ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് പിൻവാങ്ങി പ്രിയങ്ക ഗാന്ധി ഇറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പുതിയ ശ്വാസം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഇറക്കാൻ കയ്യിലൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ മതേതര ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയൊരു പോരാട്ടം അവശേഷിക്കുമോ എന്നുകൂടി നാം കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ. വളരെയധികം നന്ദി. ഇത് തന്നെയാണ് അവസാന ചാൻസ്. ശ്രീ ബാബുരാജ്, മുൻപ് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഇത് അവസാനത്തെ ബസ്സാണ്. ഈ ബസ് പിടിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് രക്ഷയുണ്ടാകില്ല. മോദിക്ക് ഇനി ഒരു 5 വർഷം കൂടി ഭരിക്കാൻ അവസരം നൽകിയാൽ നാട്ടിൽ കോൺഗ്രസ് എന്നല്ല മറ്റൊരു പാർട്ടിയും ഇല്ലാത്ത സാഹചര്യം വരുമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ കോൺഗ്രസ് ഓരോ അവസാനത്തെ അമ്പുമെടുത്ത്, ആവനാഴിയിലെ അവസാനത്തെ അമ്പുമെടുത്ത് പ്രയോഗിക്കുന്നത്? അല്ല സാറേ, അത് വളരെ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റാണ്. കാരണം വെച്ചാൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ഇലക്ഷൻ പോലും വരാത്തൊരവസ്ഥയാണ്. പക്ഷെ ഈ ഘട്ടത്തില് ഈ പ്രിയങ്ക ഗാന്ധി ഇറക്കിയിട്ട് എന്ത് ഗുണം? അവര് ഈ രാഷ്ട്രീയത്തിലൊന്നും വന്ന് തെളിഞ്ഞ ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് ഇത് റോബർട്ട് വദ്രയുടെ ഭാര്യയില്ലേ? അവര് കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് എത്രയോ അഴിമതികൾ നടത്തിയിട്ടുണ്ട് റോബർട്ട് വദ്ര. അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ രാജീവ് ഗാന്ധി തന്നെ
കോൺഗ്രസിന് എത്രയോ നേതാവ് ഇതൊരു കുടുംബവാഴ്ചയായി പോയി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ബാബുരാജ്, വളരെയധികം നന്ദി. ശ്രീ പ്രേമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ, കോൺഗ്രസ് ഒരു കുടുംബ കമ്പനി ആയിരിക്കുന്നു. അതിലേക്ക് ആ കുടുംബത്തിൽ നിന്നുമുള്ള പുതിയൊരു ഡയറക്ടർ ബോർഡ് അംഗം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ കണ്ടാൽ മതിയോ പ്രിയങ്കയുടെ വരവിനെ? ഇല്ല, കോൺഗ്രസ് അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയണ്ട, അവരെ പാർട്ടിയുടെ കാര്യം. എന്നാലും ഇന്ന് BJPക്കെതിരായി ഒരു ശക്തമായ ഒരു വികാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പ്രിയങ്ക ഗാന്ധി ആയാലും ശരി, രാജീവ് ഗാന്ധി ആയാലും ശരി, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. BJP വിരുദ്ധ വികാരം രാജ്യത്താകമാനം ഇന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വരുന്നത് തീർച്ചയായും കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സുകൊണ്ട് കോൺഗ്രസിനെ എതിരേൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് BJPയുടെ ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പറ്റാവുന്നവർ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കണം. വളരെയധികം നന്ദി. ഏതായാലും എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ, പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് മുൻകൈ എടുക്കണം. അതിൽ പ്രിയങ്കയ്ക്ക് വലിയ റോൾ ഉണ്ടാകുമെന്നാണ് ശ്രീ സുദർശൻ നമ്മളോടൊപ്പം ചേരുന്നു. സുദർശൻ, ഈ പറയുന്നത് പോലെ പ്രിയങ്ക ഗാന്ധി വന്നെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനി രക്ഷയുള്ളൂ. അത്രയ്ക്ക് ഊർജ്ജശ്വാസം വലിക്കുന്നൊരവസ്ഥയിലാണോ കോൺഗ്രസ്? ഊർജ്ജസ്വലതയൊക്കെ ഉണ്ട്. 3-4 സ്റ്റേറ്റില് ഇപ്പൊ വിജയം ഭരിച്ചത് തന്നെയാണ് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലതയ്ക്ക് നിദാനമായ കാര്യം. പക്ഷേ ഒരു കുടുംബത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ ഇലക്ഷന് നേരിടാനായിട്ട് പോവാതെ മറ്റു മതേതര പാർട്ടികളെ കൂടെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തെ കൂടെ മാനിച്ചും കൊണ്ട് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷന് നല്ല രീതിയിലുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടി കോൺഗ്രസും അതിന്റെ പിന്തുണ അർപ്പിച്ചും കൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടാൽ പൂർണ്ണമായിട്ടും നമ്മുടെ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കണം. ആ മുൻകൈ എടുക്കുന്നതിന് ഇപ്പോൾ ചെറിയ വിഘാതമായിരിക്കുന്നത് ദക്ഷിണേന്ത്യയില കർണാടകയിൽ തന്നെ ഇപ്പൊ കോൺഗ്രസ് തമ്മിലടിച്ച് പ്രശ്നങ്ങൾ ഗുരുതരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ജനാധിപത്യ വിശ്വാസികളായ പലർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട്. വളരെയധികം നന്ദി. ഏതായാലും തമ്മിലടിയില്ലാതെ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിന് കരുത്താകും എന്നുള്ളതാണ്. ശ്രീ രമേശ്, ഒരു വലിയ കൊടുങ്കാറ്റ് വേണം നരേന്ദ്രമോദി ഇനി മറിഞ്ഞു വീഴണമെങ്കിൽ. അത്രയ്ക്ക് വലിയ ഒരു കൊടുങ്കാറ്റിന്റെ ഉറവിടമായി മാറാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ? കഴിയും, ഉറപ്പാണ്. കാരണം ഇപ്പം ഇത്ര നേരം സംസാരിച്ചവരുടെ പ്രതികരണം ഞാൻ കുറെ കേട്ടു. ഈ നെഹ്റു കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുത്തിവെച്ച മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് BJP പോലും നെഹ്റു കുടുംബത്തെ ആശ്രയിച്ചിട്ടില്ലേ? മേനക ഗാന്ധി, വരുൺ ഗാന്ധി, ഈ നെഹ്റു കുടുംബം കോൺഗ്രസിന്റെ ഇതിലേക്ക് വരുമ്പോൾ മാത്രം അതൊരു കുടുംബവാഴ്ചയായി പറയുകയും നെഹ്റു കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ BJPയും കൂടി അംഗീകരിച്ചതിന്റെ തെളിവല്ലേ മേനക ഗാന്ധിയെ, വരുൺ ഗാന്ധിയെയും BJP MP-മാരാക്കിയത്? ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ വരുൺ ഗാന്ധിയെ രംഗത്ത് കൊണ്ടുവന്നത് തന്നെ അതിന്റെ തെളിവല്ലേ? വളരെയധികം നന്ദി ശ്രീ രമേശ്. ശ്രീദേവി കൂടി ചേരുന്നു. ശ്രീദേവി, എന്തു തോന്നുന്നു ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുമ്പോൾ? ശ്രീദേവിയുടെ ഫോൺ കട്ടാണ്. ഹാഷിം ഉണ്ട് നമ്മളോടൊപ്പം. ഹാഷിം, പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരം ചെയ്യും. ഒരു ചായക്കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആവാൻ എന്നുണ്ടെങ്കിൽ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രിയങ്ക ഗാന്ധി വരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഗുണം ചെയ്യും. വളരെയധികം നന്ദി ശ്രീ ഹാഷിം. ഏതായാലും 100 ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും നരേന്ദ്രമോദിയെയും BJPയെയും തകർത്തെറിയണമെങ്കിൽ കോൺഗ്രസിന് ഈ നിലയ്ക്ക് പോയാൽ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വത്തിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണോ പ്രിയങ്ക ഗാന്ധിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? ഷറഫ് അലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷറഫ് അലി, കേൾക്കാമോ? കേൾക്കാം. ഷറഫ് അലിയുടെ അഭിപ്രായം പറയൂ. പ്രിയങ്ക ഗാന്ധി വരുന്നത് കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള വർഗീയ പാർട്ടികളെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലുള്ളവർ വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഷറഫലി. ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നു. അനിൽകുമാർ, പേരിന് പുറകിൽ ഒരു ഗാന്ധി എന്നില്ലെങ്കിൽ ആ ആളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ടോ? പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി കുടുംബവാഴ്ച എന്നുള്ള ആരോപണം, ബി.ജെ.പിയുടെ ആരോപണം കൂടുതൽ ശക്തിപ്പെടില്ലേ? അല്ല, ബി.ജെ.പിയുടെ ആരോപണത്തിനൊരു കഴമ്പില്ല. കാരണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ബി.ജെ.പി നേരത്തെ വിലക്കെടുത്ത് സ്ഥാനാർത്ഥികളെ. അതുകൊണ്ട് ആ ഒരു യാതൊരു കഴമ്പില്ല. രണ്ടാമത്, ഈ മോഡി ഈ രാജ്യത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ രാജ്യത്തിനെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും അതോടൊപ്പം തന്നെ രാജ്യത്ത് വർഗീയ വിഘടനവാദത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയസമീപനം, അതിനെ എതിർക്കാൻ ഇപ്പം കോൺഗ്രസിന് ഇപ്പൊ കിട്ടിയ ഒരു തുറുപ്പിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന മൂവ്മെന്റിൽ സോണിയാഗാന്ധിയും സോണിയാഗാന്ധിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധിയെ കോൺഗ്രസിനെ പേടിപ്പിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറയുന്നില്ല. അനിൽകുമാർ, വളരെയധികം നന്ദി. കായംകുളത്തുനിന്നുമാണ് അനിൽകുമാർ വിളിച്ചത്. രണ്ടാം ഊഴത്തിൽ എം.ടി. വാസുദേവൻ നായർ പറയുന്ന ഒരു വാക്കുണ്ട്, ശത്രുവിനെ ജയിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. ശത്രുവിനെ തോൽപ്പിച്ചിട്ടില്ല എങ്കിൽ ആ ശത്രു കൂടുതൽ കരുത്തോടുകൂടി നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് ആ ശത്രുവിനെ പിന്നീട് നേരിടാൻ കരുത്തുണ്ടാകില്ല എന്ന്. ആ തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് പോരാട്ടത്തിനിറങ്ങാൻ കാരണം. ഏതായാലും പ്രിയങ്ക ഗാന്ധി പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. പൊതുവേദി പൂർണ്ണമായി